സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖനാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ അംർ ഇബ്നു ഖൈസ് തങ്ങൾ പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്താകാൻ ഇങ്ങനെ കിടക്കുകയാണ്. വഫാത്താകാൻ ഇങ്ങനെ കിടക്കുമ്പോ അവിടുത്തെ മുരീദുമാര്, അവിടുത്തെ ശിഷ്യന്മാര് ചോദിച്ചുവല്ലോ, ഞങ്ങളോട് എന്തെങ്കിലും വസിയ്യത്ത് അങ്ങേക്ക് ഏൽപ്പിക്കാനുണ്ടോ? എന്തെങ്കിലും വസിയ്യത്ത് ഞങ്ങളോട് ഏൽപ്പിക്കാനുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആ സമയത്തതാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞാനിപ്പോ കിടക്കുന്ന കിടത്തമുണ്ടല്ലോ, അത് എനിക്ക് മാത്രമുള്ള കിടത്തമല്ല മക്കളെ. ഈ കിടക്കുന്ന കിടത്തമുണ്ടല്ലോ, അത് നിങ്ങൾക്കും വരാനുള്ളതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ബഹുമാനപ്പെട്ടവരതാ ആ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വസിയ്യത്താണ് ഈ പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ 6 അടി മണ്ണിലേക്ക് നിങ്ങൾ താഴ്ത്തി വെക്കുമല്ലോ. വഇദാ വളഅ്തുമൂനി ഫീ ഖബരി, ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറിൽ നിങ്ങൾ എന്റെ മയ്യിത്തിനെ ഇറക്കി വെക്കുമ്പോ ഫൻസിഉ അന്നി ലബ്നാ, എന്റെ മൂടുകല്ല് നിങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് മാറ്റിവെക്കണേ. എന്നെ മയ്യത്ത് നിങ്ങൾ കിടത്തിയിട്ട് മൂടുകല്ല് വെച്ചതിന്റെ ശേഷം ആ കല്ലൊന്ന് മാറ്റിവെക്കണേ. എന്നിട്ട് എന്നിട്ട് നിങ്ങൾ എന്റെ ഖബറിലേക്കൊന്ന് നോക്കണേ. ആ മൂടുകല്ലൊന്ന് മാറ്റിവെച്ചിട്ട് എന്റെ ഖബറിലേക്കൊന്ന് നോക്കണേ. വമാ ലഹിഖനി മിൻ ദുനിയാകും ഹാദിഹി, മരിച്ചുപോയ എന്റെ കൂടെ എന്റെ ദുന്യാവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറൊന്ന് നോക്കിയിട്ട് ഒന്ന് തുറന്നു നോക്കുക, ആ ലബിനത്തിനെ മൂടുകല്ലിനൊന്ന് മാറ്റിവെച്ചിട്ട് എന്റെ ഖബറിലേക്കൊന്ന് നോക്കുക. എന്റെ കൂടെ എന്റെ സമ്പത്ത് വന്നിട്ടുണ്ടോ, എന്റെ ഭാര്യ വന്നിട്ടുണ്ടോ, മക്കള് വന്നിട്ടുണ്ടോ, കൂട്ടുകാര് വന്നിട്ടുണ്ടോ, സമ്പാദ്യം വന്നിട്ടുണ്ടോ? നമ്മോടുള്ള വസിയ്യത്താണ് റബ്ബേ. പടച്ചോനെ, ചിന്ത നൽകണേ അല്ലാ, നല്ല ചിന്ത നൽകണേ തമ്പുരാനെ. ആ സമയത്ത് ഖബറിൽ കൂട്ടുകാരനായി അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിനെ നീ നൽകണേ അല്ലാ.